ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ ഒരു 4-5 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചോപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ കത്തി ഉപയോഗിച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ രണ്ടാളും കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ ഒന്ന് സ്റ്റാർച്ചെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു സ്റ്റെയിനറിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഊറ്റിയെടുത്താലും മതി. അതിനുശേഷം കിച്ചൺ ടിഷ്യൂവോ കിച്ചണിൽ ഉപയോഗിക്കുന്ന നല്ല വൃത്തിയുള്ള ടവലോ എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. വെള്ളത്തോടെ ഇട്ടാലൊന്ന് ഫ്രൈ ആയി കിട്ടാൻ പണിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ മരത്തിൻ്റെ സ്റ്റിക്കിൽ ഇതൊന്ന് കോർത്തെടുക്കാം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ വാങ്ങിയത് കുറച്ച് വലുതായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്, 2 കഷ്ണാക്കിയിട്ട്. അല്ലെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് പണിയാവും ഫ്രൈയിങ് പാനിൽ. അപ്പം ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതിന് ഒരു മസാല പോലെ തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതിനാവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് വെള്ളം ഒന്നൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കും. തയ്യാറാക്കിയ മിക്സ് ഇതുപോലെ ബ്രഷോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് അതിലേക്ക് നല്ലോണം പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് തിളച്ച എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റുള്ള പൊട്ടറ്റോ ട്വിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. പിന്നെ ഇത് നമുക്ക് കെച്ചപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം.